ഹായ് ഹലോ. ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും അളകാപുരിയിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും തമ്പിയുടെയും രാധാമണിയെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇങ്ങനെ നീർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലൊരു അന്ത്യം കാണണം. അതിന് കോടതിയിൽ കേസ് വിളിക്കണം. കേസിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി അവസാനം കോടതിക്ക് സത്യം മനസ്സിലായാൽ മാത്രമേ അപർണ പോലും തൻ്റെ അച്ഛൻ്റെ ക്രൂരതകൾ തിരിച്ചറിയത്തുള്ളൂ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പക്ഷെ അത് മാത്രമല്ല, ജാനകിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തമ്പിയുടെയും രാധാമണിയുടെയും വിഷയമല്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നകുലൻ്റെ വിഷയമാണ്. കാരണം വേറൊന്നുമല്ല, നകുലനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇപ്പോഴും അഭി അറിഞ്ഞിട്ടില്ല. അഭി ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല പൊട്ടിത്തെറിയും ഉണ്ടാകും എന്ന് ജാനകി വിശ്വസിക്കുന്നു. അഭി തന്നെ വിശ്വസിക്കുമോ എന്നുള്ളൊരു സംശയവും ജാനകിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യങ്ങൾ ഇപ്പോഴും ജാനകി മൂടി മറച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ജാനകി ഇപ്പോഴേ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ജാനകിക്കില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തമ്പിയുടെ വീട്ടിൽ പടന്നലത്ത് വിശ്വനാഥൻ തമ്പിയുടെ വീട്ടിൽ വന്നിട്ടാണ് ആ ഒരു ചാനലുകാർ വന്ന് വലിയ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അത് അപർണയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ജാനകിയും അഭിയും ആണെന്ന് അപർണ വിശ്വസിക്കുന്നുണ്ട്. ജാനകിയും അഭിയും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് വിശ്വസിച്ച അപർണ നേരെ അളകാപുരിയിൽ ചെന്ന് ഇതിനെപ്പറ്റി ചോദിക്കുകയും പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ജാനകിയും അഭിയും അമലും നിരഞ്ജനയൊക്കെ രാധാമണിയുടെയും തമ്പിയുടെയും കേസിനെ പറ്റിയും ആ കേസ് വിജയിക്കാനുള്ള ഇതിനെപ്പറ്റിയുള്ള രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കലിതുള്ളിക്കൊണ്ട് അപർണ അവിടേക്ക് വന്നത്. അജയും കൂടെ ഉണ്ടായിരുന്നു. അപർണ വന്നപാടെ തന്നെ ജാനകിയും അഭിക്കും നേരെ ഒരുപാട് ആഞ്ഞടിച്ചു. നിങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നും തൻ്റെ അച്ഛനെ കുറ്റക്കാരനാക്കാനായിട്ട് നിങ്ങളൊരു കള്ളക്കേസ് കൊടുക്കുകയും എന്നിട്ട് എവിടുന്നോ ഏതോ ഒരു രാധാമണി വാരസ്യാരെ കൊണ്ടുവരികയും അവരെ വെച്ച് തൻ്റെ അച്ഛൻ ചെയ്തു എന്നുള്ള രീതിയിൽ അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. എന്നാൽ അതൊന്നും സാധിക്കാതെ വന്നപ്പോഴാണോ നിങ്ങൾ പുതിയൊരു ചാനലുകാരെ സമീപിച്ച് അവർക്ക് പൈസ കൊടുത്ത് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു കൂട്ടിയതെന്ന് അപർണ ചോദിച്ചു. എന്താണെന്ന് ജാനകിക്കാണെങ്കിലും അഭിക്കാണെങ്കിലും മനസ്സിലായിട്ടില്ല. അപ്പം അതിനെപ്പറ്റി വീണ്ടും ചോദിച്ചപ്പോഴാണ് അവിടെ പടന്നലത്ത് വന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ചാനലുകാർ വന്നതും അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അപർണ വിശദീകരിച്ചത്. ഇതിൻ്റെ പിന്നിൽ ജാനകിയാണെന്ന് അപർണ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നീ ചെയ്തത് എല്ലാം ശിക്ഷ നിനക്ക് കിട്ടും. നീ ചെയ്തു കൂട്ടിയത് എൻ്റെ അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ടാണ് നീ ചെയ്തു കൂട്ടിയത്. പക്ഷേ നീ എണ്ണി വെച്ചോ ജാനകി, ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എൻ്റെ അച്ഛനെ ഞാൻ വെറുതെ ഒന്നും വിട്ട് കളയത്തില്ല. ഏതൊരറ്റം വരെ പോയിട്ടാണെങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് അപർണ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ നിന്റെ അച്ഛൻ അത്ര പുണ്യവാളനൊന്നുമല്ല. നിന്റെ അച്ഛൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ നിനക്കറിയത്തില്ല. നിന്റെ അച്ഛൻ നശിപ്പിച്ച പെൺകുട്ടിയാണ് രാധാമണി വാരസ്യാർ. അവർ തന്നെയാണ് ഈ കേസിന് പിന്നിലെന്നും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ തന്നെയാണെന്നും ജാനകി വാദിച്ചു. എന്നാൽ അതൊന്നും വിശ്വസിക്കാനൊന്നും അപർണ തയ്യാറായിരുന്നില്ല. തൻ്റെ അച്ഛനെ രക്ഷിക്കുമെന്ന ഒരു വാശി തന്നെയായിരുന്നു അവിടെ അപ്പോഴും അപർണയ്ക്ക്. അപർണ ദേഷ്യപ്പെട്ടു പോയപ്പോഴും അജയും അപർണയ്ക്ക് പിന്നാലെ പോയി. ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് നിരഞ്ജനെ, ഉണ്ണിത്താൻ സാറോ അല്ലെങ്കിൽ സക്കീർ ഭായിയോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ണിത്താൻ സാറ് അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഈ ഒരു ചാനലുകാർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ആരോ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്ക് രണ്ടു കൂട്ടർക്കും മാത്രമേ അറിയാവൂ രാധാമണി വാരസ്യാരുടെയും തമ്പിയുടെയും കഥ. അങ്ങനെ അവർ അറിഞ്ഞു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് നിരഞ്ജന ഉറപ്പിച്ചു. സക്കീർ ഭായി ആവാനും സാധ്യതയുണ്ടെന്ന് നിരഞ്ജന പറഞ്ഞു. അങ്ങനെ സക്കീർ ഭായിയെ വിളിച്ച് സംസാരിക്കാനായിട്ട് ജാനകി ആവശ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് അഭി റൂമിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ജാനകി വന്ന് അഭിയോട് സംസാരിക്കുവാണ്. കൂടാതെ തന്നെ അഭിയേട്ടൻ സക്കീർ ഭായിയെ വിളിച്ച് സംസാരിച്ചോ എന്നുകൂടി ജാനകി ചോദിച്ചു. എന്നാൽ ഞാൻ ആരെയും വിളിച്ച് ചോദിച്ചിട്ടില്ല എന്നും സത്യങ്ങളല്ലേ എല്ലാവരും വിളിച്ചു പറയുന്നത്, അതിനെന്താ കുഴപ്പം? സത്യങ്ങളാണെങ്കിൽ അവർ വിളിച്ചു പറയട്ടെ, അതും നമുക്ക് കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് അഭി പറഞ്ഞു. അപ്പോഴും ജാനകിയുടെ ടെൻഷൻ, എല്ലാവരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു വിവാദമാകത്തില്ലേ, ഇത് വലിയൊരു ചർച്ചയായി മാറത്തില്ലേ എന്ന് അഭിയോട് ജാനകി ചോദിച്ചു. അപ്പോൾ തിരിച്ച് അഭി ചോദിച്ച ഒരു ചോദ്യമുണ്ട്,
നീ കേസിന് പോകുമ്പോൾ നീ വിചാരിച്ചില്ലേ ജാനകി, ഇത് ഇവിടെ മാത്രം സംസാര വിഷയമായി മാറുമെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലുമല്ല. ഇത് സമൂഹത്തിലും ചർച്ചയായി മാറുമെന്നും നീ ഓർത്തില്ലല്ലോ എന്ന് അഭി ചോദിച്ചപ്പോൾ അപ്പോഴെല്ലാം ജാനകിയുടെ ടെൻഷൻ വേറൊന്നുമല്ല. രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന പേര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ചർച്ചയായി മാറുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമായിരുന്നു ജാനകിക്ക്. അതിനെപ്പറ്റി അഭി പറയുന്നുണ്ട്, നിന്റെ പ്രശ്നം രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന പേര് ചർച്ചയാകുമോ എന്നാണ്. പക്ഷെ ഉറപ്പായിട്ടും ആകും. ഇവിടെ ഈ വക്കീലന്മാരെല്ലാവരും, കോടതിയിലുള്ള എല്ലാ വക്കീലന്മാരും ഇങ്ങനെ ഒരു കേസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും വാദിക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ നിരഞ്ജനയും അജയും എതിർഭാഗത്ത് അവർ രണ്ടുപേരും നേർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ കേസ് കുറച്ചുകൂടി കൊഴുക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ ചർച്ചകളെല്ലാം തന്നെ എല്ലായിടവും പരന്നിട്ടുണ്ട്. ഇനിയും അത് ചർച്ചയാവും. ഈ വീടിന്റെ പേരും രാധാമണി വാരസ്യാരും തമ്പിയും ഒക്കെ ചർച്ചാ വിഷയമായി മാറുമെന്ന് കൂടി അഭി പറഞ്ഞു. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് നീതി ലഭിക്കണമെന്നും ജാനകിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചിരിക്കുന്ന കഥാപാത്രമായിട്ട് മാറാനും ജാനകി ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും അഭിയുടെ മനസ്സിൽ ജാനകിയെ പറ്റി മാത്രമാണ്, തമ്പിയുടെ വിഷയമൊന്നുമല്ല. അപ്പോഴും നകുലന്റെ വിഷയങ്ങൾ തന്നെയാണ് അഭിയെ അലട്ടിക്കൊണ്ടിരുന്നത്. ഏറെ നേരം കഴിഞ്ഞ് രാത്രിയായിട്ടും അഭി പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ജാനകി പതുക്കെ അഭിയുടെ അടുത്തേക്ക് ചെന്നു. അഭിയോട് ചോദിച്ചു, അഭി എന്തിനെ പറ്റിയാണ് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്, എന്ത് ടെൻഷനാണ് അഭിക്കുള്ളത് എന്ന് അറിയാനായിട്ട് തന്നെയായിരുന്നു ജാനകി അവിടേക്ക് ചെന്നത്. അഭിയോട് സംസാരിച്ചപ്പോഴും അഭി പറഞ്ഞു, എനിക്ക് തമ്പിയുടെ വിഷയമൊന്നും ഒരു കാര്യമേ അല്ല. അപർണ ഇതിനു മുന്നേയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം അവളിവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അപർണ എൻ്റെ ഒരു ചർച്ചാ വിഷയമല്ല, അപർണ എൻ്റെ ഒരു മനസ്സിനെ ടെൻഷനാക്കുന്ന ഒരു കഥാപാത്രമേ അല്ല എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ജാനകിക്ക് ഉറപ്പിച്ചത്, അപർണയോ തമ്പിയോ അഭിയേട്ടനെ മനസ്സിനെ അലട്ടുന്നില്ല. അപ്പോൾ വേറെ എന്തോ ഒരു കാര്യമാണ് അഭിയേട്ടൻ്റെ മനസ്സിനെ അലട്ടുന്നത്. അത് നകുലനാണെന്ന് ജാനകി ഉറപ്പിച്ചു. നകുലൻ അഭിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടാണോ അഭിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ജാനകിക്ക് തോന്നി. അപ്പോൾ ജാനകിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിയേട്ടൻ പറയട്ടെ, അഭിയേട്ടൻ പറഞ്ഞിട്ട് അഭിയേട്ടൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം, അല്ലാതെ ഞാൻ ചോദിക്കത്തില്ല എന്ന് ജാനകി മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അഭിയാണെങ്കിലോ, ജാനകി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് ചോദിക്കാമെന്ന് അഭിയും വിചാരിച്ചു. പക്ഷേ ജാനകി ഒന്നും അഭിയോട് ചോദിക്കുന്നതുമില്ല, അഭിയോട്ട് ജാനകിയോട്ടൊന്നും പറയുന്നതുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അഭി വിചാരിച്ചു, ഇനി ജാനകി എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല. ജാനകി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കത്തുള്ളൂ എന്നുള്ളൊരു വാശിയിൽ ആണ് അഭി. എന്നാൽ അഭിയേട്ടൻ എന്തെങ്കിലും തന്നോട് ചോദിക്കട്ടെ, നകുലൻ അഭിയേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അത് തന്നോട് ചോദിക്കും. അതല്ല, നകുലൻ അഭിയേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അഭിയേട്ടന് കൺഫ്യൂഷൻ ആവും, അത് വലിയൊരു പ്രശ്നത്തിലോട്ട് മാറുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് അഭിയേട്ടൻ ആദ്യം പറയട്ടെ എന്നുള്ള ഒരു വാശിയിലാണ് ജാനകി. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത സ്ഥിതിക്ക് ഈ ഒരു ചർച്ചകൾ അവരുടെ മനസ്സുകളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പോഴും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനോ സത്യങ്ങൾ അറിയാനോ തയ്യാറല്ല. ജാനകി തിരികെ റൂമിൽ പോയി. അഭി അപ്പോഴും അഭിയുടെ മനസ്സിൽ ഈ ചിന്തകൾ തന്നെയാണ്. ഇനി എന്ത് ചെയ്യും? നകുലൻ പറയുന്നതെല്ലാം ശരിയാണോ? ജാനകിയും നകുലനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ് അഭിയുടെ മനസ്സിൽ. പക്ഷേ ഇതേ സമയത്ത് അപർണ ചെയ്ത മോശം കാര്യത്തെ പറ്റി അമല് ചൂണ്ടിക്കാണിച്ച് അപർണയെ തിരുത്താൻ ശ്രമിച്ചു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്, സമാധാനത്തിൽ ചോദിക്കണം. അല്ലാതെ നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വന്ന് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അപർണയോട് പറയുകയും നീ മനസ്സിൽ ഒളിപ്പിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ നീ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിന്റെ ഈ ഒരു പ്രശ്നം, നിന്റെ ഈ ഒരു സ്വഭാവം മാറ്റണം എന്ന് അമൽ അപർണയോട് പറഞ്ഞു. അപ്പോഴും അപർണ ചെയ്തത് തെറ്റല്ല, തൻ്റെ കുടുംബത്തെ കുറ്റക്കാരാക്കാനായിട്ടാണ് അഭിയും ജാനകിയും തീരുമാനിക്കുന്നത് എന്നാണ് അപർണയുടെ അപ്പോഴത്തെയും വാദം. എന്നാൽ സത്യങ്ങൾ അറിഞ്ഞിട്ടും അമലൊന്നും പറയാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനോടും ഏട്ടത്തിയോടും കാണിക്കുന്ന വഞ്ചനയാണെന്ന് അമലിന് അറിയാം. അമൽ പറഞ്ഞത്, നിന്റെ അച്ഛൻ അത്ര പുണ്യവാളനൊന്നുമല്ല, നിന്റെ അച്ഛൻ ഒരു കുറ്റക്കാരനാണ്, അത് നിനക്ക് കാലം തെളിയിച്ചു തരുമെന്ന് അമൽ പറഞ്ഞു. സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ അപർണ തന്റെ അച്ഛനെ പക്ഷം ചേർത്ത് അച്ഛനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അപർണയുടെയും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്?
തൻ്റെ അച്ഛൻ തെറ്റുകാരനാണ്, ജാനകിയും അഭിയും അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അപർണ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജാനകിയെ തൻ്റെ ചേച്ചിയായിട്ട് അംഗീകരിക്കാൻ അപർണ തയ്യാറാകുമോ? നകുലൻ എന്താണ് ജാനകിയോട് ചെയ്തു കൂട്ടിയതെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അഭി ജാനകി അകറ്റി നിർത്തുമോ അതോ വീണ്ടും ചേർത്ത് പിടിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.